നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെയാ ചേച്ചി എന്നോട് ഗൗരവമുള്ള ഒരു കാര്യം പറഞ്ഞത്. എന്താ പറഞ്ഞതമ്മേ? മോളെ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം നടത്തും, പിന്നെ അതിന്റെ പ്രാരാബ്ദങ്ങളുമായി കഴിഞ്ഞുകൂടും നമ്മള്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണോ? അവര് പഠിക്കുന്നു, ജോലി നേടുന്നു, പിന്നെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഭാവി വരനെ കണ്ടെത്തിയാൽ തന്നെ കുറഞ്ഞത് 1 വർഷമെങ്കിലും കഴിഞ്ഞ കല്യാണം നടത്തും. ആതിരയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുന്ന എന്റെ പ്രതീക്ഷ. പയ്യനും പെണ്ണും കുറച്ചു കാലം പരിചയപ്പെടട്ടെ, എന്നിട്ടൊക്കെ നടത്തിയാ പോരെ കല്യാണം. മോളുടെ അഭിപ്രായം എന്താ? എന്റെ ചേച്ചി, നിന്റെ അമ്മ പറഞ്ഞതിൽ കാര്യമില്ലേ? ഇങ്ങനെ എടുപിടിന്ന് കല്യാണം വേണോ? ഇതൊക്കെ നിന്റെ അച്ഛനോട് പറഞ്ഞ പുള്ളി കേക്കോ? അപ്പൊ പിന്നെ പഠിപ്പും വിവരമുള്ള നീ തന്നെ ഒന്ന് പറ. ആതിരെ, എന്താ നിന്റെ അഭിപ്രായം? അമ്മേ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് എന്റെ അച്ഛന്റെ മുഖം, പിന്നെ ഈ അമ്മയുടെ. ഭഗവാൻ വിളിച്ചോണ്ട് പോയ അമ്മയെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്റെ അച്ഛൻ എന്തു പറയുന്നോ അതാണ് എനിക്ക് പ്രധാനം. അച്ഛന്റെ തീരുമാനം മാറ്റാൻ ഞാൻ ആവശ്യപ്പെടില്ല. 1-2 വർഷം കഴിഞ്ഞു മതി കല്യാണമെന്ന് ഒരിക്കലും അച്ഛനോട് പറയുകയില്ല. അച്ഛനായിട്ട് അങ്ങനെ പറഞ്ഞാ ഞാനതനുസരിക്കാം. ഇതെന്റെ ശീല അമ്മ. കുട്ടിക്കാലം മുതലുള്ള സ്വഭാവ. അമ്മയ്ക്കും അതറിയാവല്ലോ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ. അല്ല, നിന്റെ പെറ്റമ്മ എന്നോട് പറഞ്ഞതാ. ഇനി എന്തോ വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ആരുടെ മനസ്സ് മാറ്റാനുള്ള കഴിവൊന്നും എനിക്കില്ലല്ലോ. ഞാനതിന് ശ്രമിക്കുകയില്ല. അമ്മേ, കുറച്ചു നേരമായി അച്ഛൻ അമ്മയോടെ കാത്തു നിൽക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോയാലോ? ശിവേട്ടനെ അന്വേഷിച്ചോന്ന് ഇവള് പറഞ്ഞു. എന്താ ശിവേട്ട കാര്യം? പത്മിനി, ഇനിയിപ്പോ വേഗം കല്യാണ നിശ്ചയം നടത്തിയേക്കാമെന്ന് കരുതി. അതിനൊരു ദിവസം നിശ്ചയിക്കണം. അപ്പോ നമ്മുടെ ദാമോദര പണിക്കരെ ഒന്ന് കണ്ട് ജാതകം ഒന്ന് നോക്കിക്കണം. എന്നോട് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ആയിക്കോട്ടെ. അതിനിടയ്ക്ക് ശിവേട്ടനോട് ഒരു കാര്യം പറയണം. പറഞ്ഞോട്ടെ. എന്താ വല്ലാത്തൊരു മുഖവുരയൊക്കെ? ഇതൊരൽപ്പം മുഖവര വേണ്ടുന്ന കാര്യം തന്നെയാ. ഇവളുടെ കല്യാണത്തെക്കുറിച്ച് എനിക്കും പറയാലോ കുറച്ച് അഭിപ്രായങ്ങൾ. അതല്ല എന്റെ അഭിപ്രായങ്ങൾ വേണ്ടെന്നാണോ? എങ്കിലും അതും പറയാം. എന്താ പത്മിനി അങ്ങനെ ചോദിച്ചത്? ഇവളുടെ അമ്മയല്ലേ ഞാൻ. ഈ ആതിര മിണ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇവളെ നോക്കി വളർത്തിയ ഇവളുടെ അമ്മ. എന്നോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചോ ഇവളെ കെട്ടാൻ പോകുന്ന പയ്യനെ കുറിച്ച്? മിണ്ടിത്തുടങ്ങുന്നതിന് മുമ്പ് നോക്കി വളർത്തിയ അമ്മ അല്ലേ? പച്ചമുളകും മുളകുചോറും കൊടുത്ത് വളർത്തിയ അമ്മ, കാൽവെള്ളയിൽ പൊള്ളിച്ചും കവിളത്ത് തല്ലിയും വളർത്തിയ അമ്മ. എപ്പോഴാ പത്മിനി നീ അവൾക്ക് അമ്മയായത്? ഒന്ന് ഓർത്ത് പറയാമോ? എന്നും നീ ഇവളെ ശിക്ഷിക്കാൻ മാത്രം നിശ്ചയിച്ച രണ്ടാനമ്മയായിരുന്നു. അല്ലാതെ രണ്ടാനമ്മ അല്ലേ? ഇവള് തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ നന്നാവട്ടെ എന്ന് കരുതി കൊടുത്ത ശിക്ഷ ഇപ്പൊ വലിയ അപരാധമായിട്ട് മാറിയല്ലേ? ഞാൻ വെറും രണ്ടാനമ്മ, ഒരു വിലയില്ലാത്ത രണ്ടാനമ്മ. അമ്മേ, അച്ഛന്റെ നാക്കുപിഴ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അമ്മ അതോർത്ത് വിഷമിക്കാതെ. എനിക്ക് എന്നും എപ്പോഴും ഈ അമ്മ സ്വന്തം അമ്മ തന്നെയാ. അങ്ങനെയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയല്ല ഞാൻ നിന്നെ കണ്ടേന്നല്ലേ ശിവേട്ട ഇപ്പൊ പറഞ്ഞത്? ഞാനിത് കേക്കണം. നിന്നെ ചുമന്ന് നടന്ന് വളർത്തിയൊന്നും ശിവേട്ടന് ഇപ്പൊ ഓർമ്മയില്ല. എല്ലാം എന്റെ വിധി. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തിനാ അച്ഛൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീ മിണ്ടാതിരിക്കാതിരെ. പറയാനുള്ളത് അപ്പപ്പോ പറയാതെ മനസ്സിൽ വെച്ച് നടന്നതിന്റെ ഫലം കുറെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എത്രയും വേഗം അവളുടെ കല്യാണം നടത്തണമെന്ന് ഞാൻ കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ലെങ്കിൽ പറഞ്ഞുതരാം. പ്രധാന കാരണം നിന്റെ കൊടും ക്രൂരതയിൽ നിന്ന് ഇവളെ രക്ഷപ്പെടുത്താനാണ്. പിന്നെ
പയ്യൻ എന്റെ ബാല്യകാല സുഹൃത്ത് ശേഖരന്റെ മകനായതുകൊണ്ട് ഇതിന് നിന്റെ അഭിപ്രായവും സമ്മതവും ഒന്നും എനിക്ക് ഒരാവശ്യവും ഇല്ല. മനസ്സിലായോ? അച്ഛ, ഇങ്ങനെയൊന്നും എന്റെ അമ്മയോട് പറയല്ലേ. മോളെ, അതാണ് നിന്റെ അമ്മ. അവളെക്കുറിച്ച് നീ മറന്നു പോകുമ്പോഴാ നിന്റെ സകല ദുരിതങ്ങളുടെ ആരംഭം. അതുണ്ടാവരുത്. അച്ഛനെ പോയിട്ട് വാ. ജോൽസിന് എവിടേക്കെങ്കിലും പോകുന്നതിന് മുൻപ് ചെന്ന് കണ്ടിട്ട് വാ. അച്ഛൻ വാ. എന്റെ സമ്മതം അഭിപ്രായം ആവശ്യമില്ലത്രേ. വേണ്ട, ഈ കല്യാണം നടക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. കല്യാണം നടന്നാലല്ലേ സ്ഥലം തിരിച്ചു ചോദിക്കാൻ പറ്റൂ. കല്യാണമേ നടന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ട് രസിക്കുന്നുണ്ടല്ലോ മുത്തശ്ശൻ, അല്ലേ? സന്തോഷാവുന്നില്ലേ? ഉണ്ടാവും. മുത്തശ്ശന്റെ ഈ പേരമകൻ ഇപ്പൊ ഹാപ്പിയാ. ഹാപ്പി. എന്റെ പ്ലാനുകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുക. ആദ്യം കല്യാണം, അത് കഴിഞ്ഞ് ഇവിടുന്നുള്ള രക്ഷപ്പെടൽ. മുത്തശ്ശൻ പേടിക്കണ്ട കേട്ടോ. ഞാൻ എങ്ങോട്ട് പോയാലും മുത്തശ്ശനുണ്ടാവും കൂടെ. ദേ, ഈ കൈകളിൽ തന്നെ എടുത്തോണ്ട് പൊയ്ക്കോളാന്നേ. ഷുവർ. ആരാ? മോനെ, ഞാന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛനകത്തേക്ക് വാ. ആതിരയുടെ അച്ഛനിപ്പോ വിളിച്ചിരുന്നു. എന്താ കാര്യം? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ കല്യാണ നിശ്ചയം നടത്തണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഒരു ദിവസം കുറിക്കാൻ ജോൽസിനെ കണ്ട കാര്യം പറഞ്ഞായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു മുഹൂർത്തം ഉണ്ടെന്നും പറഞ്ഞു. ആ കാര്യക്ക് അച്ഛൻ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. കല്യാണം ഉടനെ നടത്തണം, അതേ ഉള്ളൂ എന്റെ ആവശ്യം. ശരി മോനെ, നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താലോ. അതല്ലേ വേണ്ടത്? അതാ വേണ്ടത്. ശരി, അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. എന്നാ ഞാനിങ്ങോട്ട്. അച്ഛാ, ഒരു മിനിറ്റ്. എന്താ ഹരി? ഒരു കാര്യമുണ്ട്. അച്ഛൻ മാത്രല്ല, ഇവിടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. ഈ കല്യാണക്കാര്യം ആ എതിർ വീട്ടിൽ ഒരു ഈച്ച പോലും അറിഞ്ഞു പോരുത്. അറിഞ്ഞാലൊക്കെ കുഴപ്പമാവും. കുഴപ്പമാവാൻ വേണ്ടി നോമ്പ് നോറ്റി ഇരിക്കുവാണല്ലോ അവിടെ ഉള്ളവര്. എന്താ ഒരു ആലോചന? അപ്പൊ നീ അറിഞ്ഞില്ലല്ലേ? എന്ത്? അവരൊക്കെ അറിഞ്ഞ കാര്യം. പെണ്ണ് കാണാൻ പോയപ്പോ തന്നെ വിവരം അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു.